ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഓക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. സ്ക്രീൻ കാണുന്നു. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ഒരു മേജർ ടോപ്പിക്കാണ്. കേൾക്കാലോ അല്ലേ? കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇതൊന്നും പഠിക്കാം കേട്ടോ. ഇതിനകത്ത് നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്താണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഇവിടെ എഫിഷ്യൻസിയുടെ കേസ് പറഞ്ഞിട്ടായിരുന്നു. തെർമൽ എഫിഷ്യൻസി, രണ്ട് എഫിഷ്യൻസിയാണുള്ളത്. ഒന്ന് തെർമൽ എഫിഷ്യൻസി, അതായത് നമ്മൾ സപ്ലൈ ചെയ്ത ഫ്യൂവലിനെ ബേസ് ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് സിലിണ്ടറിനുള്ളിൽ ഒരു പവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിസ്റ്റൺ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പവർ എത്ര ഷാഫ്റ്റിൽ കിട്ടി? ഒരു മിനിറ്റ്. ഇതിനെയാണ് നമ്മൾ തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ ബേൺ ചെയ്തു, അതിനകത്ത് നമുക്ക് പവർ കിട്ടി. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ മൂവ് ചെയ്തിട്ട് ഒരു പവർ കിട്ടും. അതിന് നമ്മളൊരു പേര് പറയും, നമ്മൾ പഠിക്കുന്നുണ്ട്, ഇൻഡിക്കേറ്റർ പവർ എന്നാണ്. അതിനകത്ത് എത്ര ഷാഫ്റ്റ് കിട്ടി, അതിനാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. തെർമൽ എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ഫോർ സ്ട്രോക്ക് എഞ്ചിനായിരിക്കും, കാരണം അവിടെ ഫ്യൂവൽ ലോസ് ഇല്ല. ഇവിടെ എന്താണ്, തെർമൽ എഫിഷ്യൻസി കുറവായിരിക്കും. കാരണം എന്താണ്, ഫ്യൂവൽ ലോസിനുള്ള പോസിബിലിറ്റിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് നടക്കുന്നത് എങ്ങനെയാണ്, ഫ്രഷ് എയർ ഫ്യൂവൽ മിക്സർ വെച്ചിട്ടാണ്. അപ്പോൾ ഫ്യൂവൽ ലോസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തെർമൽ എഫിഷ്യൻസി കുറവായിരിക്കും. പക്ഷെ മെക്കാനിക്കൽ എഫിഷ്യൻസി ഏതിനായിരിക്കും? ആ പോയിന്റ് ഇതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ. മെക്കാനിക്കൽ എഫിഷ്യൻസി ഏതിനായിരിക്കും കൂടുതൽ? പവർ ഏറ്റവും കൂടുതൽ ഏതിനെ കിട്ടണേ? ഒരു സെയിം പിസ്റ്റൺ സൈസിന് പവർ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ടു സ്ട്രോക്കിനാണ്. അപ്പോൾ എഫിഷ്യൻസി മെക്കാനിക്കൽ ടു സ്ട്രോക്കിന് ആയിരിക്കും എന്ത്, ഹൈ ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഞാൻ ആ നോട്ടിൽ ഇട്ടിട്ടുണ്ട്, പോയിന്റ് ഇതിനകത്ത് വന്നിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, ഇത് ചോദിക്കാവുന്നതാണ്. കുറേയൊക്കെ കോമൺ എക്സാമ്പിൾസ് നമുക്കറിയാം, കുറച്ച് സ്ഥലങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ടേബിൾ ഒന്ന് പഠിക്കാം. നമ്മൾ സ്കാവഞ്ചിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഞാൻ സ്കാവഞ്ചിങ്ങിൽ നിൽക്കുന്നൊരു പിന്നെ സ്കാവഞ്ചിങ്ങിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ കുറച്ച് അല്ലറയുള്ള സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, പക്ഷെ എന്നാലും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. സൂപ്പർ ചാർജിങ്, നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ ടർബോ എൻജിൻസ് ഒക്കെ ഉണ്ടാവില്ല, ടർബോ, അതിനെയാണ് നമ്മൾ സൂപ്പർ ചാർജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണത്. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ ഒക്ടൈൻ നമ്പർ, സെറ്റൈൻ നമ്പർ, അതിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ കുറച്ച് കുറച്ച് വളരെ ക്ലിയർ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പ്രോബ്ലം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു 2 ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ 5 ക്വസ്റ്റ്യനകത്ത് 2 ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുമായിരിക്കും. ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ. സർ, ഒരു ഡൗട്ട്. സർ പറഞ്ഞ മറ്റേ സ്പീഡ് ഫ്ലക്ച്വേഷൻ കൂടുതൽ ഏതിനായിരുന്നു? 2 സ്ട്രോക്ക് 4 സ്ട്രോക്കിന്? 4 സ്ട്രോക്കിന്. കാരണം എന്താ വെച്ചാല് നമുക്ക് ഒരു പവർ, നമുക്ക് 2 റെവല്യൂഷനിൽ നമുക്ക് ഒരു പവറെ കിട്ടണുള്ളൂ. അപ്പൊ ബാക്കി മുഴുവൻ എവിടെ നിന്ന് കൊടുക്കണം? ഈ പവർ സ്റ്റോർ ചെയ്ത് ഫ്ലൈവീൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളെ സ്പീഡ് ഫ്ലക്ച്വേഷൻ ഏറ്റവും കൂടുതലുള്ളത് 4 സ്ട്രോക്കിനാണ്. ഓക്കെ, താങ്ക് യു സർ. അടുത്ത് ഇതാണ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. ഇതും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. എക്സിറ്റ് ഞാൻ ചാറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കിയതൊന്ന് ചെയ്തോളൂ, ആൻസർ ചെയ്തോളൂ. നമുക്ക് ആൻസർ ചെയ്ത് തന്നെ പോകാം.
ദ നമ്പർ ഓഫ് പവർ സ്ട്രോക്സ് പ്രൊഡ്യൂസ് പെർ മിനിറ്റ് അല്ലേ? നമ്മുടെ ആ തിയറി ക്വസ്റ്റ്യൻ ചെറിയ പ്രോബ്ലം ഒന്നുമില്ല, ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. എന്തായിരിക്കും ആൻസർ? എന്താണ് RPM എന്ന് പറഞ്ഞാൽ? റെവല്യൂഷൻ പെർ മിനിറ്റ് ഇല്ലേ? ഫ്രാങ്ക് ഒരു മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്യണം, 2000 റെവല്യൂഷൻ ആണ്. 2 സ്ട്രോക്ക് എഞ്ചിനാണ്. ദ നമ്പർ ഓഫ് പവർ സ്ട്രോക്സ് ആർ 2 BC 2. ആൻസർ ബി തെറ്റാണ്. ഡി അല്ലേ? ഒന്നാലോചിച്ച് നോക്കി, ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു 2 സ്ട്രോക്ക് എഞ്ചിനിൽ എത്ര പവർ സ്ട്രോക്ക് ഉണ്ട്? എത്രയാണ് ഒരു റെവല്യൂഷനിൽ എത്ര പവർ സ്ട്രോക്ക് ഉണ്ട്? ഒരു പവർ സ്ട്രോക്ക് അല്ലേ? അപ്പോൾ 2000 RPM എത്ര പവർ സ്ട്രോക്ക് ഉണ്ടാവണം? അഫ്സലെ ക്ലിയർ ആയോ? അഫ്സലെ ആൻസർ ഇട്ടാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത്രയും തന്നെ. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണല്ലോ അല്ലേ ഇത്? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമ്മൾ പഠിച്ച ആ വേർഡ്, അതിന്റെ ഡെഫിനിഷൻ, 2 സ്ട്രോക്കിന്റെ ഡെഫിനിഷൻ ഇതിനകത്ത് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ. ന്യൂമറിക്കലായിട്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഹൗ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ പറഞ്ഞോളൂ. ഇല്ല, പവർ സ്ട്രോക്ക് എഞ്ചിനാണ് ചോദിച്ചേക്കണേ അല്ലേ? അപ്പോൾ ഒരു പവർ സ്ട്രോക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? പവർ സ്ട്രോക്ക് കിട്ടണമെങ്കിൽ 2 റെവല്യൂഷൻ. അടുത്തത് ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലൈ വീൽ. അത് ഞാൻ ഇതിനിടയ്ക്ക് കയറി വന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു ടോപ്പിക് തന്നെയായിരുന്നു ഫംഗ്ഷൻ ഓഫ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ടു സ്റ്റോർ എനർജി, ടു റെഡ്യൂസ് സ്പീഡ്, ടു ആ സെയിം എക്സാം ആണ്. ഇങ്ങനെ ടൈപ്പ് ഇല്ല നോക്കുള്ളൂ. ഓക്കെ, ടു സ്റ്റോർ എനർജിയാണ്. ഓക്കെ, ടു സ്റ്റോർ എനർജി. അടുത്തത് ഇതും ആ സെയിം എക്സാം ആണ്. ഇൻ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ, പവർ സ്ട്രോക്ക് ഇൻ ഡാഷ് റെവല്യൂഷൻ ഓഫ് ട്രാൻഷൻ. ഓക്കെ ഓക്കെ അല്ലേ? എത്ര റെവല്യൂഷൻ ആണ്? 2 റെവല്യൂഷനിലാണ്. ആ 2 റെവല്യൂഷൻ എന്ന് പറയുന്നത് 720 ഡിഗ്രിയാണ്. അടുത്ത് ദ ഫ്ലൂയിഡ് ഡ്രോൺ ഇൻ ഡ്യൂറിംഗ് സക്ഷൻ ഇൻ പെട്രോൾ എഞ്ചിൻ കണ്ടെയ്ൻസ്. പെട്രോൾ എഞ്ചിനിലാണ്. അത് ആക്ച്വലി വീണ്ടും കൺഫ്യൂഷൻ, അത് ഒരു മിസ്സിംഗ് ഉണ്ട്. അത് വെക്കുന്നത് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്യൂവൽ ഓർ എയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്യൂവൽ ആൻഡ് എയർ എന്നാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. അഫ്സലെ അത് വെക്കുന്ന ആൻസർ ചെയ്യുമ്പോൾ തെറ്റാണോ കേട്ടോ? എയർ ഫ്യൂൽ മിക്സ്ഡ് ആണ്. പെട്ടെന്ന് നമ്മളത് കേൾക്കുമ്പോഴേ ഫ്യൂവൽ ഓർ എയർ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഫ്യൂവൽ ആൻഡ് എയർ ആണെങ്കിലും ഓക്കെ ആയിരുന്നു. എയർ ഫ്യൂൽ മിക്സ്ഡ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ഇത് നമ്മൾ ഐഡിയൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ സ്ട്രോക്കിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് വർക്ക് കിട്ടുന്ന ഒരേ സ്ട്രോക്ക് പവർ സ്ട്രോക്ക് ആണ്. ക്വസ്റ്റ്യൻ തന്നെയാണ്. മറ്റേ 2 മലബാർ സിമെന്റ്സിൽ ട്രൈസർ പോസ്റ്റ് ചോദിച്ചായിരുന്നു. അതൊരു ക്വസ്റ്റ്യൻസ്. ഇതെന്താ ആൻസർ? ഈ ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടണതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് കിട്ടുന്ന അല്ലെ? ബാക്കി ഒന്നിലും വർക്ക് കിട്ടുന്നില്ല അല്ലെ? സക്ഷൻ, കംപ്രഷൻ, എക്സോസ്റ്റ്, ഇതിനകത്തൊന്നും വർക്ക് കിട്ടുന്നില്ല. അത് നമുക്ക് കിട്ടുന്ന പവർ സ്ട്രോക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കിയല്ല. ഐഡിയൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഈ പറഞ്ഞ 3 എന്താണ്? ഐഡിയൽ സ്ട്രോക്ക് ആണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലെ? ഇത് ഓർത്തിരിക്കണേ. ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പവർ സ്ട്രോക്കിനെ ബേസ് ചെയ്തിട്ടാണ്. പവർ സ്ട്രോക്കിൽ കിട്ടുന്ന വർക്ക് വെച്ചിട്ടാണ് ബാക്കി എല്ലാ സ്ട്രോക്കും കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ പവർ കിട്ടാത്ത ബാക്കിയുള്ള സ്ട്രോക്ക് അങ്ങനെയാണ് ഐഡിയൽ സ്ട്രോക്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് പവർ സ്ട്രോക്ക്. എല്ലാവർക്കും ഓക്കെ. എക്സ്പാൻഷൻ സ്ട്രോക്ക് ആണ് പവർ സ്ട്രോക്ക്. വളരെ ഡയറക്റ്റ് ഒരു ഡെഫിനേഷൻ ആണ് അല്ലേ? അടുത്തത് നിങ്ങളുടെ ലെക്ചറിനെ വെച്ച് ഈസി ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് 4 സ്ട്രോക്ക് എഞ്ചിൻ 1 സൈക്കിൾ കംപ്ലീറ്റ്. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. AMVക്ക് ചോദിച്ചോ? ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടില്ലേ? അസിസ്റ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുള്ള അത് മലബാർ സിമെന്റ്സിന്റെ ഏതിലോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലെക്ചറിൽ
ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ചോദിച്ചിട്ടുണ്ട്. സെയിം അല്ലേ, ആ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തേക്കണം. പിന്നെ 4 സ്ട്രോക്ക് എഞ്ചിൻ 1 സൈക്കിൾ കംപ്ലീറ്റ്സ് ഇൻ, ശ്രദ്ധിക്കണം മെത്തേഡ് എന്തായിരുന്നു, 1 4 സ്ട്രോക്ക് കിട്ടുന്ന എത്രയിലായിരുന്നു ചോദിച്ചല്ലേ. ആ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു 4 സ്ട്രോക്ക് കിട്ടുന്ന എത്ര റെവല്യൂഷനാണ്. ഇവിടെ എന്താണ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. രണ്ട് സെയിം അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ സി ഇട്ടാണെന്ന് എന്റെ ആൻസർ ആണോ? പിന്നെ 4 സ്ട്രോക്ക് എഞ്ചിൻ 1 സൈക്കിൾ കംപ്ലീറ്റ്സ് ഇൻ സി ആണോ? നിങ്ങൾ ഇതിന്റെ ആൻസർ സി ആണ് ഇട്ടേക്കണേ എല്ലാവരും. ആ അതെ, ഡി ആണ്. ഇതാരെ സി? നിങ്ങൾ ആദ്യം ഇതിന് തന്നെയാണ് ആൻസർ ചെയ്തേക്കുന്നത്. അതിന് തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ ആണോ? എന്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണോ? ഓക്കെ, ഡി ആണ് കേട്ടോ. അടുത്തത് ഈസി, നിങ്ങളുടെ എക്സാമിനെ വെച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലെക്ചറിനെ വെച്ച്. ഓക്കെ, തെർമൽ എഫിഷ്യൻസി ഓഫ് എ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ആസ് കമ്പയർഡ് ടു 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ. ഓക്കെ, ബി ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ, ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ, തെർമൽ എഫിഷ്യൻസി ഡയറക്റ്റ് റിലേറ്റഡ് ടു ഫ്യൂവൽ എഫിഷ്യൻസി. അപ്പോൾ അത് എന്താണ്, 4 സ്ട്രോക്കിലാണ് കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ സ്കാവഞ്ചിങ് അല്ലെങ്കിൽ ആ എക്സോസ്റ്റ് റിമൂവല് എന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് പ്രോസസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന്റെ എഫിഷ്യൻസി കൂടുതൽ ഇതിനകത്ത്. മെക്കാനിക്കൽ എഫിഷ്യൻസി ആണെങ്കിലോ നേരെ തിരിയും കേട്ടോ. ഈ ക്വസ്റ്റിനകത്ത് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നേരെ തിരിയും. കാരണം പവർ കൂടുതൽ കിട്ടുന്നത് 2 സ്ട്രോക്കിലാണ്. നിങ്ങളുടെ ലെക്ചറിനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കുറച്ച് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തതാണ്. പല ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ ഡീസൽ സൈക്കിൾ, ഇത് ഡി ടിയിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡീസൽ സൈക്കിൾ ദ ഹീറ്റ് അഡീഷൻ ഈസ് അസ്യൂംഡ് ടു ബി അറ്റ്. ഡീസൽ സൈക്കിളിൽ എന്തൊക്കെയായിരുന്നു? ഓക്കെ, ഐസെൻട്രോപിക് എന്തായാലും ഉണ്ട്. എക്സോസ്റ്റ് എല്ലാത്തിലും കോൺസ്റ്റന്റ് ബോഡിയാണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിലാണ്. കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ളതിന്റെ ആൻസർ ഡി ആണ് അല്ലേ. ഓട്ടോ സൈക്കിൾ ആണെങ്കിൽ കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഓക്കെ, സൈക്കിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഇത് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തന്നെയുള്ള ഡീസൽ സൈക്കിൾ ഈസ് എന്ത് സൈക്കിളാണ്? കോൺസ്റ്റന്റ് വോളിയം സൈക്കിളാണ്, കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിളാണ്. ഹീറ്റ് അഡീഷൻ പ്രോസസ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ ഹീറ്റ് അഡീഷൻ പ്രോസസ് എന്താണെന്നുള്ള അർത്ഥം മതി, കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിളാണ്. അടുത്തത് ഏകദേശം ഒരു സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, എ സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിൻ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് 2000 RPM. നോക്കുക, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ഏത് സ്ട്രോക്കാണ് നോക്കുക. 2 സ്ട്രോക്ക് ആണ്. ദ നമ്പർ ഓഫ് പവർ സ്ട്രോക്സ് പ്രൊഡ്യൂസ്ഡ് പെർ മിനിറ്റ്. എത്ര പവർ സ്ട്രോക്ക് ഉണ്ടാവും? ഏകദേശം മറ്റേ ആദ്യം ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. 2 സ്ട്രോക്കിന് എനിക്ക് തോന്നുന്ന സെയിം ക്വസ്റ്റ്യൻ ആണോ സംശയം. ഓക്കെ, അത്രയും തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം വാല്യൂ തന്നെ. ഇതൊരു 4 സ്ട്രോക്ക് ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതൊരു 4 സ്ട്രോക്ക് ആണെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഒരു 4 സ്ട്രോക്ക് ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ബി അല്ലേ, അതിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്ത് പി വി ഡയഗ്രാം ഓഫ് മോട്ടോർ സൈക്കിൾ. ഇതെല്ലാം ഈ വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ എന്നുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ വന്ന് ഒരു ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം അത് കംപ്ലീറ്റ് ഓട്ടോമൊബൈൽ ആണ്. അതിനകത്തുനിന്നുള്ള കുറെ ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തതാണ്. കാരണം നമ്മൾ കണ്ടില്ല, ഇപ്പൊ ഈ കുറെ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. അത് ചില ഈ എക്സാമ്പിൾസ് വരുന്നത് ചിലപ്പോൾ തന്നെ കേസ് കിട്ടുന്നത് 2 കോൺസ്റ്റന്റ് വോളിയം ആൻഡ് 2 അഡയബാറ്റിക് അല്ലേ. ഇനി ഞാനൊരു കേസ് പറയാം. ഇതിനകത്ത് 2 അഡയബാറ്റിക് എന്നുണ്ട് ഒരു ഓപ്ഷനിൽ, വേറൊരെണ്ണത്തിൽ 2 റിവേഴ്സിബിൾ അഡയബാറ്റിക് എന്നുണ്ട്. നിങ്ങൾ ഏത് കറക്റ്റ് ആയിട്ട് എടുക്കും? 2 റിവേഴ്സിബിൾ അഡയബാറ്റിക് എന്നുള്ളത് കറക്റ്റ് ആൻസർ കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഒരു ഓപ്ഷൻ 2 കോൺസ്റ്റന്റ് വോളിയം ആൻഡ് 2 അഡയബാറ്റിക് എന്നുണ്ടെന്ന് വിചാരിക്കുക. വേറൊരു ഓപ്ഷനിൽ 2 റിവേഴ്സിബിൾ അഡയബാറ്റിക് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ 2 റിവേഴ്സിബിൾ അഡയബാറ്റിക് ആണ്. അതായത് അങ്ങനെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ് പറയുള്ളൂ. അത് നിങ്ങൾ ഇപ്പം ഓർത്ത് വെച്ചാൽ മതി.
അത്രയും കോംപ്ലിക്കേറ്റ് ആവുകയില്ല എന്നാലും നോക്കിയിരിക്കും. സിംപ്ലി അഡയബാറ്റിക് ആണ് എല്ലാ ഓപ്ഷനിലും അഡയബാറ്റിക് ആണ് ചൂസ് ചെയ്യുക. പക്ഷെ ഓരോ ഓപ്ഷനിൽ 2 റിവേഴ്സിബിൾ അഡയബാറ്റിക്കിന് വേറെയുണ്ട്, അല്ലെങ്കിൽ 2 ഐസെൻട്രോപിക് പ്രോസസ്സിന് വേറെയുണ്ട്. ആ ഓപ്ഷനാണ് കറക്റ്റ്. അത് ക്ലിയർ ആണുള്ള പോയിന്റ്. ഈ ഐസെൻട്രോപിക് പ്രോസസ്സിനെ പറയുന്ന വേറൊരു പേരാണ് റിവേഴ്സിബിൾ അഡയബാറ്റിക്. ഈ സംഗതി ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്ത, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത ഒരു പ്രോസസ്സാണ്. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത്ര വിചാരിച്ചാൽ മതി. നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴും ഹീറ്റ് പുറത്തു പോവില്ല, എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ഹീറ്റ് പുറത്തു പോവില്ല. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. അടുത്ത ഓഫ്സെയർ ഗേറ്റ്, ഇത് PWDയുടെ ഒരു എക്സാം ആണ്. ഏകദേശം ഇത് തന്നെ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഏരിയയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ഒരുവിധം എല്ലാ എക്സാമുകളിലും. എന്താണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ആയിരിക്കും, AE ആണെങ്കിൽ, ഓഫ്സെയർ ആണെങ്കിൽ, ഹൗ മെനി ക്രാങ്ക്ഷാഫ്റ്റ് റൊട്ടേഷൻസ് റിക്വയർഡ് ടു ഗെറ്റ് 1 പവർ സ്ട്രോക്ക് ഇൻ 4 സ്ട്രോക്ക്? ഈ ഡീസൽ എഞ്ചിൻ വെച്ചിട്ടുണ്ട് അല്ലേ, സിംഗിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ 4 സ്ട്രോക്ക് ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സി ആണ് അതിന്റെ ആൻസർ. ഡീസൽ എഞ്ചിൻ ആയാലും ശരി, പെട്രോൾ എഞ്ചിൻ ആയാലും ശരി അല്ലേ, 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ അത് ജനറൽ. ഇത് ബ്ലഡ് ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതന്നെ ഡിപ്ലോമ ലെവൽ എക്സാം തന്നെയാണ്. ഇൻ ഡീസൽ എഞ്ചിൻസ് ഏതായിരിക്കും ആ പ്രോസസ്സ് മൊത്തം, ആ സൈക്കിൾ മൊത്തം തന്നിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല. ഇഗ്നിഷൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ഹീറ്റ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ കമ്പഷൻ. കമ്പഷൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇത്രയും ഓർത്താൽ മതി. ഡീസൽ സൈക്കിളിന്റെ സാധനം എന്താണ്? ഡീസൽ എഞ്ചിനിൽ ഡീസൽ സൈക്കിളാണ്. കമ്പഷൻ നടക്കുന്നത്, മറ്റേത് ഹീറ്റ് റിജക്ഷൻ എപ്പോഴും കോൺസ്റ്റന്റ് വോളിയമാണ്. കമ്പഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറാണ്. അത് തപ്പി പോവുക. ഓക്കെ, സി കൃഷ്ണപ്രിയ, സി ഇതിന്റെ ആൻസർ ആണോ? എ ആണ് അതിന്റെ ആൻസർ അല്ലേ? കാരണം കമ്പസ്റ്റ് നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഡീസൽ എഞ്ചിനിൽ ഡീസൽ സൈക്കിളാണ്. ഓട്ടോ സൈക്കിൾ ആണെങ്കിലാണ് എന്ത് ആൻസർ? ബി ആണ്. ഹീറ്റ് റിജക്ഷൻ എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. എല്ലാ സൈക്കിളിലും കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള വാൽ മെക്കാനിക്സ് ഇതാണ്. ഇതൊക്കെ വ്യക്തത കഴിയുന്നതാണ്. നമുക്ക് ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. ഇതിൽ ഒരുപാട് ഡെപ്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു 2 ക്ലാസ്സും കൂടി മതിയാവും ഐസി എഞ്ചിൻ തീർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ഞാൻ PPT കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് നോട്ട്സ് ഇതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊന്ന് ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. നമ്മുടെ നാളത്തെ ക്ലാസ്, നാളെ 2 ക്ലാസ് ഉണ്ട് കേട്ടോ. രാവിലെ 11 to 1 സിവിലും, രാത്രി ഡിജിറ്റലുമാണ്. ഇന്ന് സാറ് എടുക്കാൻ വിചാരിച്ചില്ല, നാളെ 2 മണിക്കൂർ ഡിജിറ്റലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇവിടെ നടത്താം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാവരും വീഡിയോ കാണാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പ്രിപ്പറേഷൻ ഇതിൻ്റെ ഒപ്പം തന്നെ മുമ്പോട്ട് പോകണം. കാരണം നമ്മുടെ സമയം നമുക്ക് ഉള്ളത് 60 ദിവസം ഉണ്ട്. പക്ഷെ 60 ദിവസത്തിൽ നമ്മൾ ഇനിയുള്ള എക്സാം കൂടി തന്നെ ഇരിക്കുക. എല്ലാവരും ബാക്കിയുള്ള പരിപാടികളെ കുറിച്ചൊക്കെ മാറ്റി വെച്ച്, ഹൗസ് ഹോൾഡ് വർക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുക. ഓക്കെ.